നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂൺ മാസത്തെ ആയില്യം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 12ാം വ്യാഴത്തിലായിരുന്നു വ്യാഴം. അപ്പോൾ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകുന്നൊരു സമയമായിരുന്നു. അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ജന്മത്തിലേക്ക് വ്യാഴം വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും പൂർണ്ണമായിട്ടും വ്യാഴപ്രസാദം വന്നിട്ടില്ല. ജന്മരാമ വനേ ദുഃഖം എന്ന് പറയുന്ന യോഗമാണ്. ശ്രീരാമേന്ദ്രൻ വനവാസത്തിന് പോയ രീതിയിലുള്ള അവസ്ഥയാണ്. എങ്ങോട്ടാണ് പോകേണ്ടത് ദിക്കറിയില്ല, എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റാതെ നമ്മൾ കടന്ന് ഒരു മാനസികമായിട്ടും ഒക്കെ അലച്ചിലൊക്കെ ഉണ്ടാകുന്നത് ഒരു സമയമാണ് 12ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം. അപ്പോൾ 12ൽ വ്യാഴം സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. 12ൽ വ്യാഴം നിൽക്കുന്ന ഒരു സമയം കഴിഞ്ഞു. ഇപ്പം ജന്മത്തിലേക്ക് വന്നു. ജന്മരാമ വനേ ദുഃഖം എന്ന് പറയുന്ന യോഗമാണ്. ഈ 2ലേക്ക് വരുമ്പോഴാണ് പരിപൂർണമായിട്ടും ദൈവാധീനം വരുന്നത്. എങ്കിൽ പോലും വ്യാഴം ശുക്രനോട് ചേർന്നാണ്. ഗുരുശുക്ര യോഗം വരുന്നത് വളരെ നല്ലതാണ്. ഗുരു ഭാർഗവ സംയോഗേ ദിവ്യതാരോ മഹാദനി ധർമ്മസ്ഥിത പ്രമാണിഞ്ഞ വിദ്യ ജീവിതി ജായതെന്ന വിദ്യ കൊണ്ട് പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് തൊഴിൽ കിട്ടാനും നല്ല ഭാര്യാഗുണം അനുഭവിക്കാനും നല്ല ധനാഭിവൃദ്ധി ഉണ്ടാകാനും ഒക്കെ യോഗമുള്ളൊരു സമയമാണ് എന്നാണ് പറയുന്നത്. ജന്മത്തിൽ ഗുരുശുക്ര യോഗം വന്നത് കാരണം കൊണ്ട്. അപ്പോൾ ഗുരുശുക്ര യോഗം വളരെ നല്ലതാണ്. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാ ഗുണഫലങ്ങളും അനുഭവിക്കാൻ സാധിക്കും. പിന്നെ ലഗ്നത്തിൻ്റെ 12ൽ ബുധൻ സ്വക്ഷേത്ര ബലവാനാണ്. അപ്പോൾ സഹായങ്ങൾ കിട്ടും. മറ്റുള്ളവരുടെ സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ ഹെൽപ്പൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. സുഹൃത്തുക്കൾ മുഖാന്തരം അല്ലെ സഹപ്രവർത്തകർ മുഖാന്തരമൊക്കെ വീട് വിട്ട് അന്യദേശത്തൊക്കെ യാത്ര ചെയ്യാനായിട്ട്, വിദേശ യാത്ര മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള ഒരു സമയം കൂടിയായിട്ടാണ് കാണുന്നത്. പൊതുവെ ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യാധിപതി ലഗ്നത്തിൽ നിൽക്കുന്ന എല്ലാ ഭാഗ്യങ്ങളും അനുഭവിക്കാൻ സാധിക്കുമെങ്കിൽ പോലും 2ാം ഭാവത്തിൽ ഘടകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നുണ്ട്. സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് യോഗമാണ്. അതേപോലെ തന്നെ ലാഭസ്ഥാനത്ത് സൂര്യനാണ്, ആഗ്നേയഗ്രഹമായിരിക്കുന്ന സൂര്യനാണ് നിൽക്കുന്നത്. പക്ഷേ ബലവാനായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുണ്ട്. എങ്കിലും ഒരു കാളസർപ്പയോഗത്തിൻ്റെതായിരിക്കുന്ന ഒരു പ്രശ്നമുള്ളത് കാരണം കൊണ്ട് നടുവേദന പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നടുവേദന പൂർവികമായിട്ട് നമ്മൾ ഉപാസിച്ച് വന്നിരുന്ന നാഗത്തിൻ്റെ വേണ്ട ഉപാസനയൊക്കെ മുടങ്ങിപ്പോയതുകൊണ്ട് നാഗദോഷം നമ്മളിലേക്ക് വരേണ്ട പോസിറ്റീവായിട്ടുള്ള എനർജി വക്രഗതിയിൽ നമ്മൾ തട്ടിൽക്ക് ഗുണം കിട്ടാതെ മാറിപ്പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് നാഗപൂജ മുടങ്ങാതെ ചെയ്യേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ അയ്യപ്പക്ഷേത്ര നീരാഞ്ജനം വഴിപാട് ചെയ്യണം. ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു രക്ഷാസ്ഥാനത്താണ് നിൽക്കുന്നത്. നമുക്ക് ഈ ക്ഷുദ്രദോഷം ശത്രുദോഷം പോലുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മളിലേക്ക് വരേണ്ട ഗുണഫലങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരാതെ അകന്നു പോകാനുള്ള സാധ്യതയുള്ള സമയമാണ്. അത് കാരണം കൊണ്ട് അതിനുള്ള തക്കതായിരിക്കുന്ന പരിഹാരങ്ങൾ ചെയ്യുന്നു. ശത്രുദോഷം മാറ്റാനായിട്ട് ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, കടുംപായസം എന്നീ വഴിപാട് ചെയ്യുക. അതേപോലെ തന്നെ 10ാം ഭാവത്തിൽ രുചകായോഗം ചെയ്ത് നിൽക്കുന്ന ചൊവ്വയുണ്ട്. അപ്പോൾ അത് ദീർഘായുസിനെ തരുന്നതാണ്. അതുപോലെ തന്നെ ഉത്സാഹം വർദ്ധിപ്പിക്കും, ശൗര്യം വർദ്ധിപ്പിക്കും. എന്ത് സാഹസപ്രവൃത്തി ചെയ്തും നമുക്ക് ധനം സമ്പാദിക്കാനായിട്ടുള്ളൊരു അഭിവാഞ്ച ഉണ്ടാകുന്ന സമയമാണ്. പക്ഷേ എത്രയാണെങ്കിലും സാമ്പത്തിക ഞെരുക്കം വല്ലപ്പോഴും ഉണ്ടാകും എന്ന് പറയുന്നൊരവസ്ഥ കാണുന്നുണ്ട്. ലഗ്നത്തിൻ്റെ 2ാം ഭാവത്തിലാണ് ഘടകാരകനും ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും ചിലപ്പോൾ കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കഴിപ്പിക്കുക, ഭാഗ്യസൂക്താർച്ചന ചെയ്യുക. ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം.